ലിറ്ററിന് 2.5 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന ഒരു രാജ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വ്യക്തികൾ പരമാവധി പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുകയും സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനായി പെട്രോൾ വില 345 രൂപയിലധികം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു രാജ്യമുണ്ട് എന്ന് അറിഞ്ഞാലോ? ഇതിന് രണ്ടിനും നടുവിലായി പെട്രോൾ വിലയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതിൽ തന്നെ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് ഓരോരോ വിലകളാണ്. ഒരിടത്ത് പെട്രോളിന് വില 96 മുതൽ 97 വരെയാണ്. വേറെ ചിലയിടത്ത് അത് 82 മുതൽ 85 വരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ നഗരങ്ങളിൽ ഒന്നായ ഡൽഹിയിൽ പോലും പെട്രോൾ 95 രൂപയ്ക്ക് കിട്ടുമ്പോൾ കേരളത്തിൽ കൊടുക്കേണ്ടി വരുന്ന വില 114 രൂപയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? പെട്രോളിയം വില GSTയുടെ കീഴിൽ കൊണ്ടുവരണമോ? റോഡ് സെസ് കാര്യത്തിൽ പുനർചിന്ത അനിവാര്യമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ ഒരു നിർദ്ദേശം ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മാറില്ല എന്ന് ആരറിഞ്ഞു? ഇതിനകം 4 തവണയാണ് ഇന്ധനവിലയുടെ നീരാളിപ്പിടുത്തത്തിൽ നാം പെട്ടുപോയിരിക്കുന്നത്. മെയ് 25-ന് സംസ്ഥാനത്ത് പെട്രോൾ വില 114.43 രൂപയായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ലിറ്ററിന് ഏകദേശം 8 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഇന്ധനവിലയ്ക്ക് തീ പിടിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരുടെ നെഞ്ചിൽ തീ ആളി കത്തുകയാണ്. ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ഇടുത്തി പോലെയാണ് ഇന്ധനവില വർധന വന്നു പതിച്ചിരിക്കുന്നത്. പല രീതിയിലും നമ്മുടെ ജീവിതങ്ങളുടെ താളം തെറ്റിക്കുന്നതാണ് ഈ വില വർധനവ്. ഇന്ധനങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ അതിനൊപ്പം തീ പിടിക്കുകയാണ് സാധാരണക്കാരുടെ മനസ്സുകളും. ഇന്ധനവില വർധനവ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനാരാണ് ഉത്തരവാദി? ഭരണകൂടമോ അതോ സാമൂഹിക സാമ്പത്തിക സ്ഥിതിഗതികളാണോ? ആർക്ക് നേരെയാണ് നാം വിരൽ ചൂണ്ടേണ്ടത്? ഇന്ധനവില വർധനവിനെതിരെ നമുക്ക് എങ്ങനെ പ്രതികരിക്കാം? ഈ പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ നേരിടാം? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $100 താഴെ പോയിട്ടും രാജ്യത്ത് ഇന്ധനവില വീണ്ടും ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഇന്ധനത്തിന്റെ വില വർദ്ധിക്കുന്നത്? ക്രൂഡ് ഓയിൽ വില ലോക മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന അസ്ഥിരത, പശ്ചിമേഷ്യൻ പ്രതിസന്ധി എന്നിങ്ങനെ പല കാരണങ്ങളും ഇതിലേക്കായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 85% വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണ്. അതുകൊണ്ട് ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന തീരെ ചെറിയ പ്രശ്നം പോലും നമ്മെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. US ഇറാൻ സംഘർഷങ്ങളെ തുടർന്ന് അസംസ്കൃത എണ്ണവില കുതിച്ച സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴും പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ഇന്ധനവില ഇപ്പോഴും ഇന്ത്യയിലാണ് എന്നതാണ്. ചൈനയടക്കമുള്ള ലോകരാജ്യങ്ങൾ 30%-ലധികമാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ 54%, അമേരിക്കയിൽ 44% ഇന്ധനവില ഉയർന്നപ്പോഴും ഇന്ത്യയിൽ അത് കേവലം 5% മാത്രമായിരുന്നു. ഇതെങ്ങനെ ഇന്ത്യക്ക് സാധിച്ചു? ലോകത്ത് ഇന്ധനവില വർദ്ധിക്കാതിരിക്കാനായി പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക എക്സൈസ് തീരുവ വെട്ടിക്കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. തന്മൂലം അസംസ്കൃത വില വർദ്ധിച്ചപ്പോഴും രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചിരുന്നില്ല. മാത്രവുമല്ല, എക്സൈസ് ഡ്യൂട്ടി കുറച്ചുകൊണ്ടും അണ്ടർ റിക്കവറി നടപടിക്രമങ്ങളിലൂടെയും സാമ്പത്തിക പിന്തുണയിലൂടെയും പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകിയിരുന്നു. അതുകൊണ്ടൊക്കെയാണ് പല രാജ്യങ്ങളും പുതിയ സാഹചര്യത്തിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചിട്ടും ഇന്ത്യ വർദ്ധിപ്പിക്കാതിരുന്നത്. ആഗോള ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മറികടന്നിട്ടും ഇന്ത്യൻ എണ്ണ കമ്പനികൾ വലിയ നഷ്ടം സഹിച്ചാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാണ് പറയുന്നത്. എണ്ണ കമ്പനികൾക്ക് മാസം തോറും കോടിക്കണക്കിന് രൂപ നഷ്ടമായ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഇന്ധനവില വർദ്ധിപ്പിക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് മെയ് 15 മുതൽക്കാണ് ഇന്ധനവില വർദ്ധിപ്പിക്കാൻ ആരംഭിച്ചത്. തുടർന്ന് 19, 23 തീയതികളിലും ഇന്ധനവില വർദ്ധിപ്പിച്ചു. 2 ആഴ്ചയ്ക്കിടെ പെട്രോളിന് ഏകദേശം 8.35 രൂപയും ഡീസലിന് 8.53 രൂപയുടെയും വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഡീസലിന് 8.6-ഉം പെട്രോളിന് 7.8% വിലക്കയറ്റമാണ് വരുത്തിയിരിക്കുന്നത്. 4 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ധനവിലയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ തുടങ്ങിയ പൊതുമേഖല എണ്ണ കമ്പനികളാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ പ്രതിദിന നഷ്ടത്തിൽ വൻതോതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും എണ്ണ കമ്പനികളുടെ നഷ്ടം ഇതുവരെ പൂർണ്ണമായി ഒഴിവാക്കാൻ ആയിട്ടില്ല എന്നതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി വില വർധനയ്ക്കുള്ള സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നത്.
വാഹനമുള്ളവർക്കല്ലേ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്? എനിക്ക് വാഹനമില്ലല്ലോ എന്നൊരു ചിന്ത ഇത് കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ വഴിയില്ല. ഇന്ന് ഒരു 2 വീലറെങ്കിലും ഇല്ലാത്ത ഒരു വീട് പോലുമില്ല. തീരെ ചെറിയ മാസശമ്പളം കിട്ടുന്ന ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണം പോലും വർദ്ധിച്ചിരിക്കുകയും സൗകര്യങ്ങളുടെയും സമയലാഭത്തിന്റെയും പേരിൽ അവരും സ്വന്തമായി വാഹനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ചുറ്റുപാടാണ് ഇന്ന് നമുക്ക് ചുറ്റും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ ഒരു വാഹനം മാത്രം ഉള്ളവർക്ക് പോലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനവില വർധനവ് അവരുടെ മാസവരുമാനത്തിന്റെയും കുടുംബ ബഡ്ജറ്റിന്റെയും താളം തെറ്റിക്കാൻ കാരണമായിരിക്കുകയാണ്. സാധാരണക്കാരുടെ ജീവിതത്തിന്റെ നട്ടെല്ലാണ് ഇന്ധനവില. കാലാകാലങ്ങളിൽ സംഭവിക്കുന്ന വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നട്ടെല്ല് വളയ്ക്കാനും പൊട്ടാനും സമതുലിത അവസ്ഥ പ്രാപിക്കാനും എല്ലാം ഒരുപോലെ സഹായിക്കുന്നവയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നതിലൂടെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ വില വർധനവ് മാത്രമല്ല സംഭവിക്കുന്നത്, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ വില വർധനവ് വ്യാപിക്കുകയും അതുവഴിയായി ഇവിടെയുള്ള ഭൂരിപക്ഷത്തിനും ജീവിത ചെലവ് അസഹനീയമായി തീരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ഉണ്ടാവുകയും ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമെന്ന് ചുരുക്കം. ഏതൊരു തരത്തിലുള്ള കയറ്റുമതി ഇറക്കുമതികൾക്കും വാഹനങ്ങൾ അത്യാവശ്യമാകുന്ന സ്ഥിതിക്ക് വാഹനങ്ങളിൽ നിറയ്ക്കേണ്ട ഇന്ധനത്തിന് വില വർദ്ധിക്കുമ്പോൾ അത് സാധനങ്ങളുടെ വിലയിൽ വീതം വെച്ച് നഷ്ടം പരിഹരിക്കേണ്ട സ്ഥിതി സംജാതമാവുകയാണ്. അങ്ങനെയാണ് ഇന്ധനവില വർധനവ് സാധാരണക്കാർക്ക് ആഘാതമായി മാറുന്നത്. ഇന്ധനവില വർധനവ് ഒരേ സമയം പെട്രോൾ ഡീസൽ ഉപഭോക്താക്കളെ ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഡീസലിന്റെ വില വർദ്ധിക്കുമ്പോൾ പൊതുഗതാഗത സൗകര്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും. ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വരും. ഭക്ഷ്യവസ്തുക്കളുടെ വിലയും കൂട്ടേണ്ടി വരും. പച്ചക്കറി, പാൽ, ധാന്യങ്ങൾ എന്നിവയുടെ നിലവിലെ വിലയിൽ മാറ്റമുണ്ടാകും. ഇപ്പോൾ തന്നെ പല കമ്പനികളും പാൽ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. വില വർദ്ധിപ്പിക്കാൻ കാരണം നോക്കിയിരിക്കുന്നവർക്ക് ഇന്ധനവില ഒരു ചാകരയായി മാറിയിരിക്കുകയാണ്. പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. ഇടത്തരക്കാരന്റെ മക്കൾ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ കൂടുതലായും സ്കൂൾ യാത്രകളെ ആശ്രയിക്കുന്നത് സ്കൂൾ ബസ്സുകളെയും ജീപ്പ്, ഓട്ടോ തുടങ്ങിയ വാഹനങ്ങളെയുമാണ്. ഡീസൽ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും സ്കൂൾ കുട്ടികളുടെ യാത്രാ നിരക്കിലും അതിന്റെ വർധനവുണ്ടാവും. കുടുംബത്തിന്റെ സാമ്പത്തിക താളം തെറ്റിക്കുന്നതിലെ ഒരു പ്രധാന ഘടകമായി ഇത് മാറുകയും ചെയ്യും. ഇങ്ങനെ പെട്രോൾ വിലയിൽ നാം നട്ടം തിരിയുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ധനവിലയിൽ വ്യത്യാസമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ പെട്രോൾ വില ഏറ്റവും കുറവ് ഗോവയിലാണ്. 96 മുതൽ 97 എന്ന കണക്കിലാണ് ഗോവയുടെ പെട്രോൾ നിരക്ക്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇതിലും കുറവാണ്. 82 മുതൽ 85 എന്ന നിരക്കാണ് അവിടെയുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടിയ പെട്രോൾ നിരക്ക് ആന്ധ്രാപ്രദേശിലാണ്. 114 മുതൽ 117 വരെയാണ് ആന്ധ്രയിലെ നിരക്ക്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കേരളവും മഹാരാഷ്ട്രയും രാജസ്ഥാനും കടന്നു വരുന്നത്. കേരളത്തിൽ തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ നിരക്കിൽ പിന്നെയും വ്യത്യാസം വരുന്നുണ്ട്. തിരുവനന്തപുരവും കൊച്ചിയുമാണ് ഇക്കാര്യത്തിൽ ആദ്യ സ്ഥാനങ്ങൾ പങ്കിടുന്നത്. ഒരേ രാജ്യമായിരുന്നിട്ടും വ്യത്യസ്ത നിരക്കുകൾ എന്തുകൊണ്ട് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രാജ്യത്തുടനീളം ഈടാക്കുന്ന നികുതി ഒരുപോലെ ആയിരിക്കുമെങ്കിലും ഓരോ സംസ്ഥാനവും സ്വന്തം നിരക്കിൽ ഈടാക്കുന്ന നികുതി വ്യത്യസ്തമാണ്. സംസ്ഥാന വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതനുസരിച്ച് തമിഴ്നാട്ടിൽ ഒരു നിരക്കും കേരളത്തിൽ മറ്റൊരു നിരക്കുമാകാം. കൂടാതെ പമ്പുടമകൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ, റിഫൈനറിയിൽ നിന്ന് പെട്രോൾ എത്തിക്കുന്ന ദൂരം, പ്രാദേശിക സെസ് എന്നിവയെല്ലാം വില നിശ്ചയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിലിന് ഒരേ വിലയായാലും സംസ്ഥാന നികുതി മാറുന്നതിനാൽ പെട്രോൾ വിലയിൽ മാറ്റമുണ്ടാകുന്നു. ക്രൂഡ് ഓയിൽ സാധാരണയായി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലുള്ളത് സൗദി അറേബ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ഇറാഖ്, UAE, ഇറാൻ, കാനഡ, കുവൈറ്റ്, വെനസ്വേല, നൈജീരിയ എന്നിവയൊക്കെയാണ്. ഇന്ത്യയിൽ ആസാം, ഗുജറാത്ത്, മുംബൈ ഓഫ്ഷോർ മേഖലകൾ എന്നിവിടങ്ങളിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഇന്ത്യയുടെ ആവശ്യത്തിന് അത് മതിയാകാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് വിലയും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യവും അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിലെ ഇന്ധനവില നിശ്ചയിക്കപ്പെടുന്നത്. പമ്പിലെത്തുന്ന പെട്രോളിന്റെ അടിസ്ഥാന വില 50 രൂപ വരെയാകാം. പക്ഷേ അതിനു പുറമെ നികുതി ചുമത്തുമ്പോഴാണ് സാധാരണക്കാർക്ക് പെട്രോൾ വില ഇരുട്ടടിയായി മാറുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയുടെ കീഴിലേക്ക് കൊണ്ടുവന്നാൽ നികുതി ഭാരം കുറയ്ക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു മാർഗം ഉണ്ടായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതേക്കുറിച്ച് ചിന്തിക്കാറേയില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയുടെ കീഴിലേക്ക് കൊണ്ടുവന്നാൽ നികുതി 28% ചുരുങ്ങുകയും പെട്രോൾ വില 80 രൂപയോളം മാത്രം ആവുകയും ചെയ്യും. പക്ഷേ സർക്കാരുകൾ അതിന് തയ്യാറല്ല. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തിയാൽ
സർക്കാരുകൾക്ക് നികുതി ഇനത്തിൽ ഭീമമായ തുക നഷ്ടം വരും എന്നത് തന്നെയാണ് അതിൻ്റെ കാര്യം. പല രാജ്യങ്ങളിലും പെട്രോൾ നിരക്ക് വളരെ കുറവാണ്. സ്വന്തമായി ധാരാളം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടും സർക്കാർ സബ്സിഡി നൽകുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സൗദി അറേബ്യ, ഇറാൻ, വെനസ്വേല പോലെയുള്ള രാജ്യങ്ങളിൽ വൻതോതിൽ എണ്ണ ശേഖരമുണ്ട്. അതിനാൽ ഇറക്കുമതി ചെയ്യേണ്ട കാര്യം അവർക്കില്ല. മറ്റു ചില രാജ്യങ്ങളിൽ വിലയുടെ ഒരു ഭാഗം തന്നെ വഹിക്കുന്നത് സർക്കാരാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വൻ തുക പമ്പിൽ കൊടുക്കേണ്ടി വരുന്നില്ല. ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഇത്തരം സാധ്യതകളൊന്നും ഇന്ത്യക്ക് അവകാശപ്പെടാൻ കഴിയില്ല. പെട്രോളിന് ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന നികുതികൾ വളരെ കൂടുതലാണ്. ലിറ്ററിന് 2 രൂപ നിരക്കിൽ പെട്രോളിയം കിട്ടുന്ന രാജ്യത്തെക്കുറിച്ച് നാം തുടക്കത്തിൽ പറഞ്ഞുവല്ലോ. ലിബിയയാണ് ആ രാജ്യം. ലോകത്തിലെ വലിയ എണ്ണശേഖരങ്ങളിൽ ഒന്നാണ് ലിബിയ. രാജ്യം തന്നെ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. സർക്കാർ നൽകുന്ന സബ്സിഡിയും കുറഞ്ഞ നികുതിയുമാണ് മറ്റ് 2 കാരണങ്ങൾ. എണ്ണ കയറ്റുമതിയിൽ നിന്ന് സർക്കാരിന് വലിയ വരുമാനം ലഭിക്കുന്നുണ്ട് എന്നതിനാൽ അതിൻ്റെ ഒരു ഭാഗം ഇന്ധനവില കുറഞ്ഞ നിലയിൽ പ്രയോജനപ്പെടുത്തുകയാണ് ലിബിയ ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഹോങ്കോങ് പോലെയുള്ള സമ്പന്ന രാജ്യങ്ങളുടെ കാര്യം. ഇന്ധനങ്ങൾക്ക് വൻ നികുതിയാണ് പ്രസ്തുത രാജ്യങ്ങൾ ചുമത്തുന്നത്. 300 രൂപയ്ക്ക് മീതെയാണ് അവിടെ പെട്രോൾ വില. ഇത് മനഃപൂർവ്വമായി ഭരണകൂടം ചെയ്യുന്നതാണ്. കാരണം പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക, അന്തരീക്ഷ മലിനീകരണം തടയുക എന്നിവയാണ് സർക്കാരിൻ്റെ ഇവിടെയുള്ള ലക്ഷ്യം. അതിനുവേണ്ടി ജനങ്ങൾക്ക് പെട്രോളിൻ്റെ മേൽ അധിക നികുതി ചുമത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇനി പെട്രോൾ, ഡീസൽ എന്നിവയുടെ ശുദ്ധീകരണം നടക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന അസംസ്കൃത എണ്ണയായ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചാണ് പെട്രോളും ഡീസലും നിർമ്മിക്കുന്നത്. അതിനു മുൻപ് ക്രൂഡ് ഓയിലിന്റെ നിർമ്മാണത്തെക്കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കടലിലെ ചെറുജീവികളും സസ്യാവശിഷ്ടങ്ങളും മണ്ണിനടിയിൽ അടിഞ്ഞുകൂടി ചൂടും മർദ്ദവും കാരണം ക്രമേണ എണ്ണയായി മാറുന്നതാണ് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. അസംസ്കൃത എണ്ണയാണ് ക്രൂഡ് ഓയിൽ. തവിട്ട് നിറമുള്ള കട്ടിയുള്ള ദ്രാവകം, ഹൈഡ്രോ കാർബണുകളും മറ്റ് അശുദ്ധികളും കലർന്നിരിക്കുന്നതിനാൽ അവയൊരിക്കലും നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. പകരം റിഫൈനറിയിൽ സംസ്കരിച്ചതിന് ശേഷം മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ക്രൂഡ് ഓയിലിലെ വിവിധ ഘടകങ്ങളെ വേർതിരിച്ചെടുത്ത് സംസ്കരിക്കുമ്പോഴാണ് പെട്രോളും ഡീസലും ലഭിക്കുന്നത്. ക്രൂഡ് ഓയിൽ ചൂടാക്കുമ്പോൾ അത് ആവിയായി മുകളിലേക്ക് ഉയരുകയും ഓരോ ഘടകവും വ്യത്യസ്തമായ താപനിലയിൽ തിളയ്ക്കുകയും ചെയ്യും. താപനിലയുടെ വ്യത്യാസമനുസരിച്ചാണ് ഓരോന്നും വ്യത്യസ്ത ഉയരങ്ങളിൽ കട്ടപിടിച്ച് വേർപെടുന്നത്. ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ അത് പലതായി വേർതിരിക്കപ്പെടുന്നു. പെട്രോൾ, ഡീസൽ, LPG, മണ്ണെണ്ണ, ടാറ് എന്നിവയെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്ന ഘടകങ്ങളാണ്. ചൂടാക്കൽ, വേർതിരിക്കൽ എന്നിവയാണ് ക്രൂഡ് ഓയിൽ ശുദ്ധീകരണത്തിന്റെ ആദ്യ 2 പ്രക്രിയകൾ. ക്രൂഡ് ഓയിൽ 350 ഡിഗ്രി സെൽഷ്യസ് മുതൽ 400 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്നതോടെ ആവിയായി തീരുകയും ഈ ആവി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. അതോടെ ഓരോ ഘടകവും വ്യത്യസ്ത നിലകളിൽ തണുത്ത് ദ്രവമായി തീരുന്നു. ഏറ്റവും മുകളിലാണ് പാചകവാതകം. അതിൻ്റെ അടിയിൽ പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ എന്നിവ വരുന്നു. വേർതിരിച്ചെടുത്ത ഭാഗങ്ങളിൽ നിന്ന് സൾഫർ പോലെയുള്ള അശുദ്ധികൾ നീക്കുകയും വലിയ ഹൈഡ്രോ കാർബണുകൾ പൊട്ടിച്ച് കൂടുതൽ പെട്രോൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെ ക്രാക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിക്കുന്നവയിൽ പെട്രോളും ഡീസലുമാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. പെട്രോൾ എളുപ്പത്തിൽ കത്തുകയും വേഗത്തിൽ ശക്തി നൽകുകയും ചെയ്യുന്ന ഇന്ധനമാണ്. ഇക്കാരണത്താൽ വാഹന എഞ്ചിനുകൾക്ക് വളരെ അനുയോജ്യമാണ്. വാഹന എഞ്ചിൻ എളുപ്പത്തിൽ ജ്വലിച്ച് ശക്തി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ വേഗത്തിൽ കത്തുന്നവയാണ് പെട്രോൾ. പെട്രോളിനേക്കാൾ കട്ടിയേറിയ ഇന്ധനമാണ് ഡീസൽ. പെട്ടെന്ന് തീ പിടിക്കില്ല എന്നതും ഉയർന്ന മർദ്ദത്തിലും ചൂടിലും എഞ്ചിനകത്ത് സ്വയം കത്തും എന്നതും ഡീസലിന്റെ പ്രത്യേകതയാണ്. ബസ്സുകൾ, ലോറികൾ, ബോട്ടുകൾ, ജനറേറ്ററുകൾ, ട്രാക്ടറുകൾ, പിന്നെ ചില കാറുകൾക്കും ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചക്രത്തിന്റെ കണ്ടുപിടുത്തം. ദേശങ്ങൾക്കും ദൂരങ്ങൾക്കുമിടയിലുള്ള അകലം കുറച്ചു എന്നതാണ് അതിന്റെ പ്രസക്തി. ഇക്കാരണത്താൽ തന്നെ നമുക്ക് വാഹനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈ കാലത്ത് മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. പെട്രോളിയം വിലവർധനവിന്റെ ഇക്കാലത്ത് ഇന്ത്യയിൽ വ്യാപകമായി ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനായി പെട്രോളിൽ എത്തനോൾ കലർത്തി ഇന്ധനമായി ഉപയോഗിക്കുന്ന രീതി. എത്തനോൾ ബ്ലെൻഡിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പെട്രോളിന്റെ വലിയൊരു ഭാഗം ഇറക്കുമതിയാണല്ലോ. പെട്രോൾ ക്രൂഡ് ഓയിലിൽ നിന്നും എത്തനോൾ, കരിമ്പ്, മൊളാസിസ്, ചോളം തുടങ്ങിയ കാർഷിക വസ്തുക്കളിൽ നിന്നുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീട് ഇവ രണ്ടും കലർത്തി വാഹനങ്ങളിൽ ഉപയോഗിക്കുകയാണ്. 90% പെട്രോളും 10% എത്തനോളും, 80% പെട്രോളും 20% എത്തനോളും എന്നതാണ് ഇതിന്റെ അനുപാതം. ഇങ്ങനെ എത്തനോൾ 10ഉം എത്തനോൾ 20ഉം വ്യാപകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് 1 ലിറ്റർ ഇന്ധനം എടുത്താൽ 900 മില്ലി പെട്രോളും 100 മില്ലി എത്തനോളും.
പെട്രോളിന്റെ ഉപയോഗവും മലിനീകരണവും കുറയ്ക്കാൻ ഈ അനുപാതം സഹായകരമായതിനാൽ പുതിയ വാഹനങ്ങളിൽ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കരിമ്പ്, മൊളാസിസ്, ചോളം തുടങ്ങിയവയിൽ നിന്നാണ് എത്തനോൾ എടുക്കുന്നത് എന്നതിനാൽ കർഷകർക്ക് ഇതുമൂലം സാമ്പത്തിക ലാഭവും ലഭിക്കും. പെട്രോൾ വില വർധനവിനെ നേരിടാൻ പ്രയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് CNG. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിവാതകത്തെ വളരെ ഉയർന്ന മർദ്ദത്തിൽ ചുരുക്കി സിലിണ്ടറുകളിൽ നിറയ്ക്കുന്നതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. മീഥൈനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കാർ, ഓട്ടോറിക്ഷ, ബസ് എന്നിവയിലെല്ലാം CNG ഉപയോഗിക്കാവുന്നതാണ്. പെട്രോളിനേക്കാൾ ചെലവ് കുറവാണ്. അതുപോലെ പുക മലിനീകരണവും. CNG സ്റ്റേഷനുകൾ പലയിടത്തും ഇല്ല എന്നതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു കുറവ് എന്ന് പറയുന്നത്. പെട്രോളിയത്തിന് ബദലായി ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് ഗ്രീൻ ഹൈഡ്രജൻ. സൗരോർജ്ജം, കാറ്റോർജ്ജം പോലെയുള്ള പുനരുപയോഗ ഊർജ്ജം ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഹൈഡ്രജൻ വാഹന ഇന്ധനമായി ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ പൂർണ്ണമായും വിജയം കൈവരിച്ച പദ്ധതിയല്ല ഇവ എന്നതിനാൽ പെട്രോളിയത്തെ തന്നെ ആശ്രയിക്കുകയേ നിവർത്തിയുള്ളൂ. ഇവിടെ പരാമർശിച്ച 3 രീതികൾ കൂടാതെ ഇന്ധനവില വർധനവിൽ നിന്ന് നമുക്ക് എങ്ങനെ മറ്റ് രീതികളിൽ രക്ഷപ്പെടാൻ കഴിയും എന്ന് കൂടി നോക്കാം. ഒരുപക്ഷെ മറ്റ് നിർദ്ദേശങ്ങളെക്കാൾ വളരെ പ്രായോഗികമായിരിക്കും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. വീട്ടിൽ ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഒരു വാഹനം തിരഞ്ഞെടുക്കുക. ഭർത്താവിനൊരു വണ്ടി, ഭാര്യയ്ക്കൊരു വണ്ടി, മകനൊരു വണ്ടി എന്ന രീതി മാറ്റിവെച്ച് പരമാവധി ആവശ്യം നിയന്ത്രിച്ച് ഏതെങ്കിലും ഒരു വാഹനത്തിലേക്ക് മാത്രമായി എല്ലാ ആവശ്യങ്ങളും പരിമിതപ്പെടുത്തുക. മറ്റൊന്ന് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയാണ്. അവധിക്കാലത്തിന്റെ ആഘോഷങ്ങളിൽ പലരും പല യാത്രകളും നടത്തിയിരുന്നു. യാത്രകളും വിനോദങ്ങളും ജീവിതത്തിന്റെ അവശ്യ ഘടകമാണ് എങ്കിലും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. സാധിക്കുമെങ്കിൽ പൊതുഗതാഗതം ഉപയോഗിക്കുക. ബസ്, ട്രെയിൻ എന്നിവ സന്ദർഭാനുസരണം ഉപയോഗിക്കുക. ഒരേ ഓഫീസിലേക്കോ ഒരേ റൂട്ടിലേക്കോ പോകാനുള്ളവരാണെങ്കിൽ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ തമ്മിൽ ഒരേ വാഹനം പങ്കിടുകയോ മാറി മാറി വാഹനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുക. എല്ലാ ദിവസവും ഓഫീസിൽ പോയി ചെയ്യേണ്ട ജോലികൾക്ക് പകരം വർക്ക് ഫ്രം ഹോം പോലെയുള്ള രീതികൾ സ്വീകരിക്കുക എന്നിവയൊക്കെയാണത്. പെട്രോൾ, ഡീസൽ വാഹനങ്ങൾക്ക് പകരമായി ഇലക്ട്രിക് കാറുകളോ സ്കൂട്ടറുകളോ ഉപയോഗിച്ച് തുടങ്ങുകയാണ് മറ്റൊരു പരിഹാരമാർഗം. ഇന്ന് പലരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ചുവടുമാറ്റം നടത്തി കഴിഞ്ഞു. ഇന്ധനക്ഷാമവും ഇന്ധനവില വർധനവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോക്കറ്റിന്റെ സുരക്ഷിതത്വത്തിന് ഇലക്ട്രിക് വാഹനങ്ങൾ അത്യാവശ്യമായി മാറിക്കഴിഞ്ഞു. വാഹനം കൃത്യമായി സർവീസ് ചെയ്യുക, ടയർ പ്രഷർ ശ്രദ്ധിക്കുക, കുറഞ്ഞ ഗിയറുകളിൽ വണ്ടി ഓടിക്കാതിരിക്കുക എന്നിവയും ഇന്ധന ലാഭത്തിന് സഹായകരമാണ്. കൃത്യമായ ഇടവേളകളിൽ എയർ ഫിൽട്ടർ മാറ്റുക, ചെയിൻ ലൂബ്രിക്കേഷൻ നടത്തുക എന്നിവ ചെയ്യുന്നത് ഇന്ധന ലാഭത്തിന് ഏറെ സഹായകരമായിരിക്കും. ടയറുകളിൽ കൃത്യമായ അളവിൽ കാറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ഇന്ധനത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ടയറുകളുടെ പ്രഷർ. പ്രഷർ കുറയുമ്പോൾ 4 വീലർ വാഹനങ്ങളുടെ റോളിംഗ് റെസിസ്റ്റൻസ് വർദ്ധിക്കുമെന്നും തന്മൂലം എഞ്ചിനെ കൂടുതൽ പണിയെടുപ്പിക്കേണ്ടി വരുമെന്നുമൊക്കെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്രോളോ ഡീസലോ കൂടുതൽ ഉപയോഗിക്കേണ്ടതായും വരും. അതുകൊണ്ട് ഇടയ്ക്കിടെ വീലുകളുടെ പ്രഷർ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓയിൽ ചേഞ്ച്, എയർ ഫിൽട്ടർ റീപ്ലേസ്മെന്റ്, സ്പാർക്ക് പ്ലഗ് പരിശോധന തുടങ്ങിയവയും നടത്തണം. വീൽ അലൈൻമെന്റ് കൃത്യമായിരിക്കാനും ശ്രദ്ധിക്കണം. വീൽ അലൈൻമെന്റ് കൃത്യമായിരിക്കുമ്പോൾ വാഹനത്തിന്റെ മൈലേജ് കൂടും. 2 വീലർ ഓടിക്കുമ്പോഴും ഇന്ധനം ലാഭിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിഗ്നലിലോ ബ്ലോക്കിലോ പെട്ടുപോയാൽ വാഹനം ഓഫ് ചെയ്യുക എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത്. കൃത്യമായ ഇടവേളകളിൽ എഞ്ചിൻ ഓയിൽ മാറ്റുകയും വാഹനം ഓടിക്കുമ്പോൾ സ്ഥിരതയോടെ ആക്സിലറേഷൻ ശീലമാക്കുകയും വേണം. 2 വീലറിനും 4 വീലറിനും കൃത്യമായ സർവീസിംഗ് ഇതിനൊപ്പം ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓഡോമീറ്ററിലെ പച്ച നിറത്തിൽ കാണിക്കുന്ന ഏറ്റവും ഉചിതമായ വേഗത്തെ സൂചിപ്പിക്കുന്ന വേഗത്തിൽ തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക എന്നതാണ്. വേഗത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കുറച്ച് സ്ഥിരമായ ഒരേ വേഗം നിലനിർത്തുന്നതും ഇന്ധനം ലാഭിക്കാൻ സഹായിക്കും. AC കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാനും ശീലിച്ചിരിക്കണം. ട്രാഫിക്കിലും മറ്റും കിടക്കുമ്പോഴും അത്യാവശ്യമില്ലാത്ത സമയങ്ങളിലും AC ഓഫാക്കുക തന്നെ വേണം. ദൂരം ലാഭിക്കാൻ വേണ്ടി കുറുക്കു വഴികൾ തിരഞ്ഞെടുക്കുന്നവരുമുണ്ട്. ദൂരം അല്പം കൂടിയാലും സാരമില്ല, തിരക്ക് കുറഞ്ഞ് നല്ല റോഡിലൂടെ പോകുന്നത് ഇന്ധനക്ഷമത കൂട്ടും എന്നതാണ് മറ്റൊരു വസ്തുത. ഇതൊക്കെ ചില പൊടിക്കൈകൾ മാത്രമാണ്. ഇന്ധനവില വർധനവ് എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനുള്ള പൊടിക്കൈകൾ മാത്രമാണിതൊക്കെ. പക്ഷേ ഇന്ധനവില വർധനവ് എന്നത് ഡെമോക്ലിറ്റസിന്റെ വാള് പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. സർക്കാരുകൾ മാറി മാറി വരും. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സാഹചര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും. അവയെല്ലാം ഇന്ധനവിലയിലും പ്രതിഫലിക്കും. കൂട്ടിയ വിലകൾ കുറഞ്ഞ ചരിത്രമൊന്നും അത്ര അധികമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഇന്ധനവില വർധനവിൽ നിന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള വിലക്കുറവ് പ്രതീക്ഷിക്കാനുള്ള തരവുമില്ല. ഇനിയും കൂടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ.
എങ്കിലും ജനപക്ഷത്ത് നിന്ന് ചില നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് നൽകാൻ നമുക്ക് കഴിയും. പെട്രോൾ വില GSTയുടെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അതിനുള്ള ഒന്നാമത്തെ മാർഗം. ഗോവ പോലെയുള്ള സംസ്ഥാനങ്ങൾ വളരെ കുറഞ്ഞ ശതമാനത്തിൽ മാത്രമേ വാറ്റ് ഈടാക്കുന്നുള്ളൂ. പക്ഷേ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ 30% വരെ വാറ്റ് ഈടാക്കുന്നുണ്ട്. ഇതിന് മാറ്റം വന്നാൽ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിത ഭാരത്തിൽ നിന്ന് സാധാരണക്കാരന് തെല്ല് ആശ്വാസം ലഭിക്കും. കേരളത്തിൽ റോഡ് വികസനത്തിനായുള്ള റോഡ് സെസ്സും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് സംഭാവനയായി നൽകുന്ന സോഷ്യൽ സെക്യൂരിറ്റി സെസ്സും ലിറ്ററിന് 2 രൂപ വീതം എന്ന നിലയിലാണ് ഈടാക്കുന്നത്. പെട്രോൾ വില ഉയരുന്നതിൽ ഇതും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ പുനരാലോചന നടത്തുന്നതും സാധാരണക്കാരന് ആശ്വാസമായി മാറും. അതെന്തായാലും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇന്ധനവില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയ പ്രസ്താവനയിലും ഇന്ധനവില സംബന്ധിച്ച പരോക്ഷ സൂചനകൾ വായിച്ചെടുക്കാൻ കഴിയും. ഒറ്റയടിക്ക് വലിയൊരു തുക കൂട്ടിയാലുള്ള പണപ്പെരുപ്പ ഭീഷണിയും ജനങ്ങളുടെ പ്രതിഷേധവും ഭയന്ന് മാത്രമാണ് നാമമാത്രയായി പലതവണയായി ഇന്ധനവില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള വില വർധനവുകളും ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരെയാണ് എന്ന് മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലെ മാസവരുമാനക്കാരായ വ്യക്തികളെ വൈറ്റ് കോളർ ജോബ് എന്ന് മേനി പറയുന്ന ഇവരുടെ ജോലികൾക്ക് ഒരിക്കലും അവരുടെ കഴിവിനും യോഗ്യതയ്ക്കും പരിചയസമ്പത്തിനും അനുസരിച്ചുള്ള ശമ്പളം ലഭിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ശമ്പള വർധനവ് ഉണ്ടാകാറുമില്ല. ആരുടെ മുമ്പിലും കൈ നീട്ടാനും അവരെ അവരുടെ അന്തസ്സ് അനുവദിക്കാറുമില്ല. പുറമേക്ക് ഭേദപ്പെട്ടവര് എന്ന പ്രതിനിധി ജനിപ്പിക്കുന്നത് കൊണ്ട് ആരും അവരുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി സഹായിക്കാറുമില്ല. മാനം ഉരുണ്ടുകൂടുന്നത് പോലെ അവരുടെ മനസ്സും ഈ സാഹചര്യത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. പല പല ചെലവുകളുടെ മധ്യത്തിലാണ് ചെലവ് കൂടലിൻ്റെ പുതിയ സാഹചര്യങ്ങളും അവർ നേരിടേണ്ടി വരുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഇന്ധനവില വർധനവ് നിത്യോപയോഗ സാധനങ്ങളുടെയും ഗതാഗതത്തിൻ്റെയും ചെലവ് വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരുടെ ജീവിതക്രമത്തിൻ്റെ താളം തെറ്റുകയാണ്. ഇതിനെയെല്ലാം നേരിടാൻ ഇന്നാട്ടിലെ സാധാരണക്കാർക്ക് മാനസികമായി കരുത്തുണ്ടാകട്ടെ എന്നും വരുന്ന പ്രതികൂലങ്ങളെയെല്ലാം നേരിടാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല.